കുഴുപ്പുള്ളി മഹാദേവ ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവത്തിന് കൊടി കയറി. This news brought you by Diamond Life. ഗുണമേന്മ, വിശ്വാസം, വരുമാന സൗഹൃദ വില എല്ലാം ഒറ്റ ബ്രാൻഡിൽ ഡയമണ്ട് ലൈഫ്. വൈപ്പിൻകരയുടെ ആത്മീയ മഹിമയ്ക്ക് കാവലായി തീർന്ന കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കുഴുപ്പുള്ളി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവത്തിന് ഭക്തിപൂർണമായ തുടക്കം. കാരുണ്യത്തിന്റെ അനന്തപ്രകാശമായി ശിവപാർവതി ദിവ്യസങ്കല്പത്തിൽ അർദ്ധനാരീശ്വര ഭാവം ധരിച്ചു. പടിഞ്ഞാറോട്ട് ദർശനമായി ഒറ്റശിലയിൽ കുടികൊള്ളുന്ന മഹാദേവൻ അനുഗ്രഹം ചൊരിയുന്ന ഈ പുരാതന ദേവാലയത്തിൽ 2025 ഡിസംബർ 27 മുതൽ 2026 ജനുവരി 3 വരെ തിരുവാതിര മഹോത്സവം ഭക്തിഭാവനകളുടെ നിറവിൽ കൊണ്ടാടി. മഹോത്സവത്തിന്റെ ആദ്യ ദിനം ഉച്ചയ്ക്ക് നടന്ന പ്രസാദ ഊട്ടിൽ നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു. അന്നദാനത്തിന്റെ പുണ്യസ്പർശം ഹൃദയങ്ങളിൽ ഏറ്റുവാങ്ങിയ ഭക്തജനങ്ങൾ ദേവാനുഗ്രഹത്തിന്റെ നിറവോടെ സന്നിധിയിൽ നിറഞ്ഞു. വൈകിട്ട് 7:30 ക്ഷേത്രാങ്കണത്തിൽ ദേവനാമങ്ങൾ മുഴങ്ങവേ ബ്രഹ്മശ്രീ വേഴപ്പറമ്പ് ഈശാനൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന കൊടികയറ്റം മഹോത്സവത്തിന് ഔദ്യോഗിക തുടക്കം കുറിച്ചു. ദേവധ്വജം ആകാശത്തേക്ക് ഉയർന്ന നിമിഷം മുതൽ ക്ഷേത്ര പരിസരം മുഴുവൻ ആത്മീയ തരംഗങ്ങളിൽ ലയിച്ചു. ഏകദേശം 600 വർഷത്തിലധികം പഴക്കമുള്ളതും കൊച്ചി രാജാവിന്റെ കാലഘട്ടത്തിന്റെ ചരിത്ര സമൃദ്ധികൾ സൂക്ഷിക്കുന്നതുമായ കുഴുപ്പുള്ളി മഹാദേവ ക്ഷേത്രം വൈപ്പിൻകരയിലെ അപൂർവ ദേവാലയങ്ങളിൽ ഒന്നാണ്. പടിഞ്ഞാറോട്ട് ദർശനമുള്ള ശിവപാർവതി പ്രതിഷ്ഠയും അർദ്ധനാരീശ്വര സങ്കല്പവും ഈ ക്ഷേത്രത്തെ ആത്മീയമായി വേറിട്ട് നിർത്തുന്നു. ഒന്നാം ശിവായ. അതിപുരാതനമായ കുഴുപ്പള്ളി മഹാദേവക്ഷേത്രത്തിൽ, അതായത് വൈപ്പിൻകരയിലെ ഏറ്റവും പുരാതന ക്ഷേത്രം എന്ന് പറയാവുന്ന കുഴുപ്പള്ളി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവം ആണ് ഇപ്പോൾ നമ്മളിവിടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് എല്ലാ കൊല്ലവും ധനുമാസത്തിലെ തിരുവാതിരയാണ് ഈ ശിവക്ഷേത്രത്തിൽ. ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് അർദ്ധനാരീശ്വര സങ്കല്പത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അതായത് ശിവപാർവതിമാരാണ് ഇവിടെ, അതായത് പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് പ്രതിഷ്ഠ നമ്മളിവിടെ സങ്കല്പമുള്ളത്. അതുകൊണ്ട് വളരെ അപൂർവമായിട്ടാണ് കേരളത്തിലെ പടിഞ്ഞാറോട്ട് പ്രതിഷ്ഠയുള്ള ശിവക്ഷേത്രം എന്ന് പറയുന്നത്. വളരെ അപൂർവമുള്ളൂ. പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പുരാതന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 600 കൊല്ലത്തെ പഴക്കമുണ്ട്. ഇത് കൊച്ചി രാജാവിൻ്റെ കാലത്ത് തൊട്ടുള്ള ഒരു ക്ഷേത്രമാണ്. ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഉത്സവം എന്ന് പറഞ്ഞാൽ നമുക്ക് തിരുവാതിര മഹോത്സവം, അത് കൊടിയേറ്റ് കഴിഞ്ഞ് 8ാം ദിവസം നമ്മൾ ആറാട്ട്, അതായത് തിരുവാതിര ആറാട്ട് മഹോത്സവം എന്നാണ് പറയുന്നത്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ 3ാം ദിവസം നമ്മൾ വേട്ടയ്ക്ക് പോവും. 4ാം ദിവസം നമ്മൾ മറ്റുള്ള ചടങ്ങുകളുണ്ട്. പിന്നെ 5ാം ദിവസമാണ് അതിപ്രധാനമായ മറ്റൊരു ചടങ്ങ് എന്ന് പറയുന്നത് ഉത്സവബലി ദർശനം. ഉത്സവബലി ദർശനം എന്ന് പറയുന്നത് വളരെ അപൂർവമാണ്. അന്നത്തെ ദിവസം ഉച്ച സമയത്താണ് നമ്മൾ ആ ചടങ്ങ് സാധാരണ ഇവിടെ നടത്തിക്കൊണ്ട് പോകുന്നത്. അത് ഇവിടെ ചുറ്റുവട്ടത്തുള്ള ഭക്തർ അവരെല്ലാവരും കൂടെ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മളത് ആഘോഷിക്കുന്നത്. പിന്നെ അതിന് ശേഷമാണ് 3 ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആറാട്ട് മഹോത്സവം, അതായത് കൊടിയിറക്കിയിട്ട് നമ്മൾ ആറാട്ട് കുളത്തിൽ പോയി ആറാട്ട് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് നമ്മൾ വന്ന് ഭഗവാൻ ഇവിടെ തിരുവാതിര ആഘോഷിക്കുന്നതായിട്ടാണ് നമ്മൾ സങ്കല്പിച്ച് വരുന്നത്. തിരുവാതിര മഹോത്സവ ദിനത്തിൽ വൈദികാനുഷ്ഠാനങ്ങളും ആരാധനക്രിയകളും ദീപാരാധനയും ഉത്സവ ചടങ്ങുകളും കലാപരിപാടികളും ഭക്തജനങ്ങളുടെ പ്രാർത്ഥനാഭരിത സാന്നിധ്യത്തിൽ സമ്പന്നമാക്കുന്നു. പ്രാർത്ഥനയും സമർപ്പണവും ലയിച്ച ആത്മീയ പ്രവാഹം തിരുവാതിര മഹോത്സവത്തെ ഒരു ജനകീയ ഉത്സവമായി ഉയർത്തി. മഹോത്സവത്തിന്റെ സമാപന ദിനത്തിൽ നടന്ന ആറാട്ട് എഴുന്നള്ളിപ്പും തുടർന്ന് ആറാട്ട് തിരിച്ചെഴുന്നള്ളിപ്പും ഭക്തജനങ്ങളുടെ ഹൃദയത്തിൽ ദൈവികാനുഭവത്തിന്റെ അക്ഷയമുദ്ര പതിപ്പിച്ചു. സർവശ്രീ ചൊവ്വല്ലൂർ മോഹനൻ ആൻഡ് പാർട്ടിയുടെ ഉജ്ജ്വലമായ ചെണ്ടമേളം ക്ഷേത്ര പരിസരം മുഴുവൻ ആത്മീയ നാദലയങ്ങളിൽ മുഴക്കി. ഉത്സവത്തിന് അപൂർവമായ ഭംഗിയും താളവും പകർന്നു. ന്യൂസ് ഡെസ്ക്, നാട്ടുവാർത്ത, കുഴുപ്പുള്ളി.